ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കില്ലാടി സൺ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കല്യാണ സദ്യയ്ക്കും ഓണസദ്യയ്ക്കും ഏതൊരു സദ്യയ്ക്കും ഒഴിച്ചുകൂടാനാവാത്ത തേങ്ങ അരച്ച പരിപ്പ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പി. അതിനായിട്ട് 1/4 കിലോ പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 7-8 തവണയെങ്കിലും പരിപ്പ് കഴുകണം, കാരണം പരിപ്പിനകത്ത് ഒത്തിരി അഴുക്കൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ഇന്ന് കുക്കറിനകത്താണ് വേവിക്കുന്നത്. പരിപ്പ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് തന്നെ നമുക്കൊരു 7-8 ചെറിയ ഉള്ളിയും 4 പച്ചമുളകും 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുള്ളിക്ക് പകരം സവോള എടുക്കാം. പക്ഷേ സവോളയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു മധുരം വരും. അതുപോലെ ചെറിയുള്ളിക്കാണ് ടേസ്റ്റും കൂടുതൽ. പച്ചമുളക് ഈ ഒരു രീതി കീറിയിട്ടാണ് ഇടുന്നത്. നമ്മൾ തേങ്ങ അരച്ച കറികളൊക്കെ വല്ല ചാറുള്ള കറികൾക്കോ പച്ചമുളക് ഇടുമ്പം ഇരിക്കും തോറും പച്ചമുളകിൻ്റെ എരിവ് കൂടിക്കൊണ്ടിരിക്കും. അതിപ്പോൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുകൊണ്ട് പിള്ളേർക്ക് കൂടെ ഉള്ളതായതുകൊണ്ട് ഞാൻ അതുപോലെ ഒന്ന് കീറിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പരിപ്പിന് ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് പരിപ്പിൻ്റെ കുറച്ച് ഏറെ മുകളിലായിട്ട് നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലാകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ആ സമയത്ത് നമുക്ക് അരപ്പം റെഡിയാക്കാം. അരമുറി തേങ്ങ ചിരണ്ടിയതും കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകവും എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാവേ. ഒരു ചെറിയ തരി ഉള്ളതാണ് പരിപ്പ് കറിക്ക് എപ്പോഴും നല്ലത്. ഒത്തിരി അങ്ങ് അരിഞ്ഞ പോലെ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് നല്ല അടിപൊളിയായിട്ട് വെന്തും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അതുപോലെ ഈ ഒരു രീതിക്ക് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഗ്യാസിലോട്ട് തന്നെ വെച്ചിട്ട് ചെറുതാക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടുവെള്ളം ഇല്ലേ, നമ്മൾ അരപ്പിൻ്റെ കൂടെ ചാറിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ചൂടുവെള്ളം മാത്രം ഒഴിച്ചേ ഉള്ളൂ പരിപ്പ് കറിയൊക്കെ വെക്കാവുള്ളൂ. തേങ്ങ അരച്ച് വെക്കുന്ന കറിക്കകത്ത് പച്ചവെള്ളം വേറെ ചേർത്ത് കൊടുക്കുമ്പോൾ ടേസ്റ്റ് തന്നെ മാറിപ്പോവേ. എത്രയും ചാറ് വേണോ അത്രയും നമ്മൾ ചൂടുവെള്ളം, തിളച്ച വെള്ളം ഇല്ലേ, അതാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പരിപ്പാകുമ്പോൾ ഇരിക്കും തോറും കുറുകി വരും. അതനുസരിച്ച് നിങ്ങൾ കുറുകുന്നതനുസരിച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ചൂടാക്കി മാത്രമേ എടുക്കാവുള്ളൂ. തിളപ്പിക്കുകയും ചെയ്യരുത്. ഞാൻ ഈ ഒരു പരുവത്തിലാണ് നീട്ടിയെടുക്കുന്നത്. ഇങ്ങനെ നീട്ടിയെടുത്താലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കുറുകും. അപ്പോഴും നമ്മൾ നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് പരിപ്പ് അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തേങ്ങ അരച്ച് വെക്കുന്ന കറി എല്ലാവർക്കും അറിയാം തിളച്ച് പോകാൻ പാടില്ല. പിരിഞ്ഞു പോകും, പിരിഞ്ഞതായിട്ട് ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് ചൂടാവുകയേ ചെയ്യാവുള്ളൂ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് ചൂടാവുന്ന അറിയാമെന്ന്. നമ്മളിങ്ങനെ ഇളക്കി വന്ന് കഴിയുമ്പോൾ തവി ഇങ്ങനെ പൊക്കി നോക്കുമ്പോൾ തവിയെ കൂടി ഇങ്ങനെ ആവി പറക്കുമല്ലോ, അന്നേരം നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. അല്ലെങ്കിൽ അതും പോരാഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ തിളച്ച് വരത്തില്ലേ, ആ ഒരു ഭാഗം ആകുമ്പോഴും നമുക്ക് നിർത്താം. ഇനി പരിപ്പ് അവിടെ ചൂടായിട്ട് ഇരിപ്പുണ്ട്. ആ സമയത്തിന് നമുക്ക് ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി വരുന്ന സമയത്തിന് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്തിന് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. താളിപ്പില്ലാതെ തേങ്ങ അരച്ച കറി പൂർണ്ണമാകത്തില്ലല്ലോ. അപ്പോഴത്തേ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്തിനാണ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഞങ്ങളിവിടെ ചുമന്ന മുളകെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് ചുമന്ന മുളകെന്ന് കയറി വന്നാൽ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് അത് വറ്റൽമുളകാണ് കേട്ടോ. അതും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോഴത്തേ ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വേണ്ടി വരുമ്പം ഞാൻ ഒരു വറ്റൽമുളക് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ പച്ചമുളകിന് നല്ല എരിവുള്ളതാണ്. അപ്പോൾ വറ്റൽമുളകും കൂടെ നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇരിക്കും തോറും എരിവ് കൂടുവേ. പിള്ളേർക്കും കൂടെ ഉള്ള കറികളാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഒറ്റ ചുമന്ന മുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതിനും വരെ നമുക്കൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. താളിപ്പം റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒത്തിരി കരിഞ്ഞ് പോലെ ടേസ്റ്റ് മാറിപ്പോകും. ഈ ഒരു ഭാഗം മതി. അപ്പോഴത്തേ ഞാൻ പരിപ്പ് കറി വേറൊരു ചെരുവത്തിനകത്തോട്ട് ആക്കിയിട്ടുണ്ട്, കാണാൻ വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി. തേങ്ങ അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് താളിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി മതി നമുക്ക് ചോറിനാനായിട്ട്. നമുക്കറിയാലോ കേരളത്തിലുള്ളവർക്ക് സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു പരിപ്പ് കറിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുടെ ഉടനെ വരാം. താങ്ക് യു ഗായ്സ്.